ജൂലൈ മാസത്തെ ജേണൽ നോക്കിയാലോ? ഞാനൊരു സ്ട്രോബെറി തീമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് പേജ് ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് പേജിൽ സ്ട്രോബെറീസ് വരച്ച് ബോർഡർ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഒരു കുഞ്ഞു കലണ്ടറും വരച്ചിട്ടുണ്ട്. തേർഡ് പേജിൽ ഒരു വീക്കിലി പ്ലാനറാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓരോ വീക്കിലേക്കും ഞാൻ ഓരോ പ്ലാൻ വീതം സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിതുപോലെ ജേണലൊക്കെ ചെയ്യാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ള റെഫറൻസ് ഈ വീഡിയോയിൽ ലാസ്റ്റായിട്ട് കൊടുക്കാം. ഓരോ റെഫറൻസ് നോക്കിയിട്ട് നിങ്ങൾക്ക് വരയ്ക്കുകയും ചെയ്യാം. ഇനി അടുത്തതായിട്ട് ഞാനൊരു മൂഡ് ട്രാക്കർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഞാൻ കളേഴ്സ് വെച്ച് ഫില്ല് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ മൈ കോണ്ടൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ എന്തൊക്കെ വീഡിയോസ് എടുക്കുന്നുള്ളത് ഒരു മെമ്മറി പോലെ എഴുതി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ വീണ്ടും ഒരു വീക്കിലി പ്ലാനറാണ്. ഇതിൽ ഏറ്റവും ഭംഗിയുള്ളതും എനിക്ക് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളൊരു ഭാഗമാണ് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട്. ഇതിൻ്റെ അകത്ത് ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ഓരോ ദിവസമുള്ള സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ജസ്റ്റ് എഴുതി വെക്കാമെന്നാണ്. ഇത് അതിനും സ്പെഷ്യലായിട്ടുള്ളൊരു സംഭവമാണ്. ഇതൊരു ജാറാണ്. ഇതിൻ്റെ അകത്ത് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് എഴുതിയിട്ട് ഞാൻ ഫോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് സൂക്ഷിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഒരു ദിവസം എത്ര വെള്ളം കുടിക്കുന്നുള്ളത് ഇതിൻ്റെ അകത്ത് ടിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു സംഭവം കൂടി ചെയ്തിട്ടുണ്ട്. വീണ്ടും ഒരു വീക്കിലി പ്ലാനറാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തത് ഞാനൊരു പ്രേ ട്രാക്കർ കൂടിയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു ഡേയുടെ ലാസ്റ്റ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കും. ഇനി സബ്സ്ക്രൈബേഴ്സ് നെയിം ട്രീ ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ പേര് കമൻറ്റ് ചെയ്യുക. അപ്പം ഞാനിതിൽ എഴുതാനായിട്ട് ശ്രമിക്കാം. പിന്നെ ഹാബിറ്റ് ട്രാക്കർ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഒരുപാട് ഹാബിറ്റ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓരോന്നും ചെയ്യുമ്പോഴും നമുക്ക് ടിക്ക് ചെയ്ത് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇനി അടുത്തത് ഒരു ഡെയിലി ജങ്ക് ജേണലാണ്. ഇതിൻ്റെ അകത്ത് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഓരോ കാര്യങ്ങളും കട്ട് ചെയ്തിട്ട് ഒട്ടിക്കാനാണ് വിചാരിക്കുന്നത്. ഇതൊക്കെയാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ള റെഫറൻസ്. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ അയച്ചു വരുന്നവരേക്കും എ സ്മോൾ സൈനിങ് ഓഫ്.